ഇന്നലെ ഇവിടെ വന്ന മൗലവി പറഞ്ഞില്ലേ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് എന്തോ പറ്റാത്ത കാര്യം പറഞ്ഞുപോയി എന്ന്. ഹബീബായ നബി തങ്ങളുടെ മദീനയിൽ സിയാറത്തിന് പോയ മഹാന്മാരായ ആലിമീങ്ങളുടെ അനുഭവങ്ങൾ ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് അല്ലാഹു തന്ന അനുഗ്രഹം എടുത്തു പറയട്ടെ. 300 ചില്ലാനം മണിക്കൂർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മാത്രം സാധുവായ ഞാൻ സംസാരിച്ച സീഡികൾ വിപണിയിലുണ്ട്. നെറ്റിൽ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ മുഴുവനും ഇമാമിയങ്ങൾ പറഞ്ഞ കിതാബിൽ നിന്നും അതിന്റെ അടിസ്ഥാനമില്ലാത്തതുമായ ഒരു കാര്യവും സാധുവായ ഞാൻ പറഞ്ഞിട്ടില്ല. അത് തെളിയിക്കാൻ ഒരു മൗലവിക്കും സാധ്യമല്ല. ഞാൻ സൗദി അറേബ്യയിലെ ദമാമിൽ ചെന്നപ്പോൾ ചില ആളുകൾ വന്നു. നിങ്ങൾ ഒരു പ്രസംഗത്തിൽ പറഞ്ഞില്ലേ, മദീനത്ത് പോയി നബിതങ്ങൾക്ക് സലാം പറഞ്ഞപ്പോൾ മടക്കിയില്ല, അതെവിടെ ഉള്ളത്? ഞാൻ പറഞ്ഞു, അത് ഒരാളുടെ അനുഭവമാണ്. ഒരാളുടെ അനുഭവം എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് ഞാൻ പ്രസംഗത്തിൽ ഉദ്ധരിച്ചു. അതെങ്ങനെ പറയാൻ പറ്റും എന്ന് ചോദിച്ചുകൊണ്ട് കുറെ ആളുകൾ വന്നു. അയാൾക്ക് ഞാൻ അവിടെ വെച്ച് മറുപടി പറഞ്ഞു. പിന്നെ ഞാൻ നാട്ടിൽ വന്നുകൊണ്ട് ആ വിഷയം മാത്രം വെച്ചുകൊണ്ട് 2 മണിക്കൂർ പ്രസംഗം നടത്തി CD പ്രസംഗിക്കുന്നു. എന്നിട്ട് ഇപ്പോൾ 2-3 ആഴ്ച മുമ്പ് ഒരാള് വീണ്ടും സൗദി അറേബ്യയിൽ നിന്ന് വിളിച്ചിട്ട് ചോദിച്ചപ്പോൾ ഞാൻ അതിന്റെ ന്യായങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അതുപോലെ തന്നെ പ്രസംഗം ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തു. അതിന്റെ കുറച്ചു ഭാഗം കട്ട് ചെയ്തിട്ട് ഇപ്പോൾ നെറ്റിൽ പ്രചരിപ്പിക്കുന്നുണ്ട് എന്റെ ഫോൺ സംഭാഷണം. മൗലവിമാരെ, നിങ്ങൾക്ക് ആശയം വെച്ച് പറയാനില്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന പ്രസംഗം അതിന്റെ ആശയങ്ങൾ മാറ്റിക്കൊണ്ട് നിങ്ങൾ പ്രചരിപ്പിക്കേണ്ടതുണ്ടോ? ആ ക്ലിപ്പിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രം ഞാൻ സംസാരിച്ച സീഡിയുണ്ട്. നബിതങ്ങളുടെ മദീനത്തിൽ പോയി സലാം പറഞ്ഞപ്പോൾ സലാം മടക്കാതിരുന്ന സാഹചര്യങ്ങളും പിന്നീട് മടക്കിയ സാഹചര്യങ്ങളും ഒക്കെ പറയുകയും അതിന് തെളിവായി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവിന്റെ കിതാബ് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ തുറപ്പുചീട്ടുകൾ കൊണ്ട് ഞങ്ങളുടെ പ്രസംഗം അവസാനിപ്പിക്കാൻ സാധ്യമല്ല. ഞങ്ങളിവിടെ ഇറങ്ങിയത് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാനാണ്. റബ്ബ് ആയുസ് വരുന്ന കാലം വരെ ഹബീബിന്റെ മദ്ഹ് പറഞ്ഞ് ഞങ്ങൾ ജീവിക്കും. അവസാനം ഞങ്ങൾ മരിക്കുന്ന സമയത്ത് വദന്നൽ ഖല്ലഹിബ മുഹമ്മദൻ വഹിബ്ബ മദീനയുടെ വനവാടിയിലിരുന്ന് ലോകത്തിന്റെ സന്നിധാനത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധം അനുഭവിച്ച മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നതിന്റെ തലേന്ന് പറഞ്ഞതെന്താ? വദന്നൽ ഖല്ലഹിബ മുഹമ്മദൻ വഹിബ്ബ. നാളെ എനിക്ക് പെരുന്നാളാണ്. എന്റെ കൂട്ടുകാരോടുള്ള സമ്മേളനമാണ്. എന്റെ കൂട്ടുകാരന്റെ അടുക്കലേക്ക് പോവുകയാ. എന്താ കാരണം? നാളെ ഞാൻ പോകാനുള്ള കാരണം എന്റെ മരണം ഞാൻ എന്റെ ഹബീബിലേക്ക് ചേരുകയാണ്. ആരാ പറയുന്നത്? ബിലാലുൽ മുഅദ്ദിനാണ്. ആധികാരികമായി ബാങ്കിന്റെ അമരധ്വനി കൊണ്ട് മക്കയുടെയും മദീനയുടെയും അന്തരീക്ഷങ്ങളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് അടിമത്തത്തിന്റെ കൂച്ചുവിലങ്ങളെ അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് സ്വാതന്ത്ര്യത്തിന്റെ ഊഷര ഭൂമിയിലേക്ക് ലോകമാനവികതയെ മാടി വിളിച്ച ലോക നേതാവിന്റെ കൂട്ടുകാരൻ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു തിരുകൊടുത്തിയ പ്രണയത്തിന്റെ അനുയായികളാ ഞങ്ങൾ. ഞങ്ങൾക്ക് റബീഉൽ അവ്വൽ വരുമ്പോൾ ഞങ്ങളുടെ നേതാവിന്റെ മാസമാണ്. നിങ്ങൾക്ക് ആ നേതാവിനോട് ബന്ധമില്ലെങ്കിൽ മാറി നിൽക്കാം. പക്ഷേ ആ നേതാവിനെ ആക്ഷേപിക്കാൻ അനുവദിക്കൂല. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ മാറി നിൽക്കാം. പക്ഷേ ഞങ്ങളുടെ ഹബീബിനെ കുറ്റം പറയാൻ ഞങ്ങൾ സമ്മതിക്കൂല. കാരണം എന്താ? ഹുദൈബിയ സന്ധിയുടെ സമയത്ത് ശത്രുക്കളുമായി ഉടമ്പടി ചെയ്യുന്ന സമയത്ത് ശത്രുക്കളിൽപ്പെട്ട ഒരാൾ അല്ലാഹുവിന്റെ റസൂലിന്റെ നേരെ ഇങ്ങനെ വിരൽ ചൂണ്ടിയിട്ട് സംസാരിച്ചു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ ന്യായം പറയുന്നതൊക്കെ കൊള്ളാം, പക്ഷേ എന്റെ നേതാവിന്റെ നേരെ ഇനി കൈ ചൂണ്ടിയ കൈയുണ്ടാവില്ല. ആര് പറഞ്ഞു? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇത് സൗദി അറേബ്യയിൽ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട അസ്സീറത്തുൻ നബവിയ്യ, സ്വീകാര്യയോഗ്യമായ പ്രമാണങ്ങളിൽ നിന്നുള്ള സീറത്തുൻ നബവിയ്യ എന്ന കിങ് ഫൈസൽ പ്രസിദ്ധീകരിച്ച കിതാബിൽ തന്നെ കാണാവുന്നതാണ്. നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ മാറി നിൽക്കാം. പക്ഷേ ഞങ്ങളുടെ ഇമാമികൾ മനസ്സിലാക്കിയത് എങ്ങനെയാണ്?
അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുടിയിട്ട വെള്ളത്തിന് പുണ്യമുണ്ടോ എന്ന് ചിലരുടെ ചോദ്യം. മോനെ ഉണ്ടെന്ന് പറഞ്ഞത് ആരാണ്? സ്വഹാബികളാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണ് പറഞ്ഞത്, ഞങ്ങൾ അവിടുത്തെ തിരുകേശമിട്ട വെള്ളം ഉപയോഗിക്കാറുണ്ടെന്ന്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒതുവെടുത്ത വെള്ളത്തിന് വേണ്ടി സ്വഹാബികൾ തിരക്ക് കൂട്ടുമെന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്. നബി തങ്ങൾ ഒതുവെടുക്കുമ്പോഴേക്ക് സ്വഹാബത്ത് തിക്കും തിരക്കും കൂട്ടിപ്പോയി. ഒതുവെടുക്കുന്ന വെള്ളം നിലത്ത് വീഴാറില്ല, അത് സ്വഹാബത്ത് ഒപ്പിയെടുത്തു പോയി. അതാ സ്വഹാബികളുടെ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സ്വഹാബികൾ എങ്ങനെയാണ്? അവർക്ക് എന്തെങ്കിലും വേദനയോ വിഷമോ വന്നാൽ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്ത് ചെല്ലും. ബഹുമാനപ്പെട്ട ഖതാദത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു ആരാണ്? ഖതാദത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു ഹദീസിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നിൽക്കുകയാണ്. അപ്പോഴാണ് റസൂലുള്ളാഹിന്റെ നേരെ ഒരു അമ്പ് വരുന്നു. ഖതാദ റളിയല്ലാഹു അൻഹു സഹിച്ചില്ല. കൈ ഉയർത്തിയിട്ട് തടയാൻ നേരമില്ല, പരിചയെടുത്ത് തടുക്കാൻ അവസരമില്ല. നേരെ ഖതാദ റളിയല്ലാഹു അൻഹു തലയങ്ങ് ഉയർത്തിപ്പിടിച്ചപ്പോ അമ്പ് വന്ന കണ്ണിലേക്കങ്ങ് തറച്ചു. കണ്ണ് ധരിച്ച് കയ്യിലേക്ക് വീണു. فأسرع قتادة إلى رسول الله صلى الله عليه وسلم وعينه في كفه. ആ കണ്ണും തെറിച്ചു വീണ കണ്ണ് കയ്യിൽ വെച്ചുകൊണ്ട് ഖതാദ റളിയല്ലാഹു അൻഹു ഒരൊറ്റ പോക്കാണ്. ആരുടെ അടുക്കലേക്ക്? ഐ സ്പെഷ്യലിസ്റ്റിന്റെ അടുക്കലേക്കല്ല. ഖതാദ റളിയല്ലാഹു അൻഹു പോയത് അവിടുത്തെ മറ്റേതെങ്കിലും സ്പെഷ്യലിസ്റ്റിന്റെ അടുക്കലേക്കല്ല, ഓർത്തോപീഡിക് സർജന്റെ അടുക്കലേക്കല്ല. ഖതാദ റളിയല്ലാഹു അൻഹു പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക്. കണ്ണ് തെറിച്ച് കയ്യിൽ വീഴുന്നത് വരെ ഹബീബിന് കാവൽ നിന്ന ഖതാദയെ കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലാഹ് ഇന്ന ഖതാദത ഖദ ഔലഹ നബിയക ബിവലിഹി അല്ലാഹുമ്മ ജഅൽ ഐനഹു വഹദ്ദഹുമാ നദറാ. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട ഖതാദ എനിക്ക് സെക്യൂരിറ്റി നിന്നിട്ട് കണ്ണ് പരിക്ക് വാങ്ങിയ മഹാനാണ്. ആ കണ്ണ് നീ നന്നാക്കണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കണ്ണെടുത്ത് ഖതാദ റളിയല്ലാഹു അൻഹുവിനെ പൂർവ്വസ്ഥാനത്ത് വെച്ചു കൊടുത്തു. فوضع النبي صلى الله عليه وسلم عين قتادة مكانه فكان كذلك. ആ കണ്ണെടുത്ത് വെച്ചു കൊടുത്തു. ഖതാദ റളിയല്ലാഹു അൻഹു പറയാണ്, പിന്നീട് എനിക്ക് മറ്റേ കണ്ണിന് ചെങ്കണ്ണ് രോഗം ബാധിച്ചപ്പോഴും എന്റെ ഹബീബ് വെച്ച് തന്ന കണ്ണിനതില്ല. ഇമാം അബൂ ഹനീഫ തങ്ങളും അവിടുത്തെ ബൈത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇമാമിയങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്താണ് മോനെ. അപ്പൊ ചോദിക്കുക, ആ നബിതങ്ങളുടെ തലക്കല്ലേ മുറിവ് പറ്റിയത്? അത് യുക്തിവാദമാണ്. ചില ആളുകൾ ചോദിക്കും, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു എല്ലാ യുദ്ധത്തിലും ജയിക്കാൻ വേണ്ടിയിട്ട് തലയിലും തൊപ്പിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുടി വെച്ചിരുന്നു, ഒരു രോമം. ബഹുമാനപ്പെട്ടവർ അതുകൊണ്ട് വിജയിച്ചു. ഒരു യുദ്ധത്തിന് പ്രധാനങ്ങൾ ഓടിപ്പോവാ. അപ്പോ യുദ്ധത്തിൽ നിന്ന് തിരിച്ചിട്ട് പോകുന്നു തൊപ്പി അന്വേഷിച്ചു. എന്തിനാണ് ഖാലിദ് ബിൻ വലീദ് സൈഫും മിൻ സുയൂഫില്ല, അള്ളാന്റെ പടവാൾ എങ്ങോട്ട് പോവാ? അതിന്റെ തൊപ്പി വീണുപോയി. തൊപ്പിയോ? അതേ, അത് സാധാരണ തൊപ്പിയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഅർ മുബാറക്കുള്ള തൊപ്പിയാണ്. അതുകൊണ്ട് എനിക്ക് വിജയം വരിക്കണം, അതിനുവേണ്ടിയാണ്. ചില ആളുകൾ ചോദിക്കും, നബി തങ്ങളുടെ ശഅർ മുബാറക്കിന് പുണ്യമുണ്ടോ? മോനെ, ഇബ്നു കസീർ പറിക്കൂ, 7-ാം വാള്യം. അതിൽ കാണാം മുആവിയ ഇബ്നു അബീ സുഫിയാൻ. ആരാണ്? സ്വഹാബിയാണ് മുആവിയ റളിയല്ലാഹു അൻഹു. ആ മുആവിയ റളിയല്ലാഹു അൻഹു വസിയ്യത്ത് ചെയ്തു, ഞാൻ മരിച്ചാൽ നബി തങ്ങളുടെ ഒരു കുപ്പായം ആയിഷ ബീവിയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, അതെന്റെ ജനാസയിൽ സമർപ്പിക്കണം. നബി തങ്ങളുടെ രോമം എന്റെ കയ്യിലുണ്ട്, ശഅർ മുബാറക്, അതെന്റെ ജനാസയിൽ വെക്കണം. നബി തങ്ങളുടെ നഖം മുറിച്ചതുണ്ട്, അതും എന്റെ പഞ്ഞി വെക്കുന്ന സ്ഥലത്തൊക്കെ വെക്കണം. ആരാ പറഞ്ഞു? ഖുർആനും സുന്നത്തും അറിയാത്ത ആളല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബി, അലി റളിയല്ലാഹുവിന് ശേഷം വന്ന ഖലീഫ മുആവിയ ഇബ്നു അബീ സുഫിയാൻ എന്ന സ്വഹാബിയാണ്. അൽ ബിദായ വൻ നിഹായ മറിക്കൂ, കാണാം.
പുണ്യമുണ്ടെന്ന് പറഞ്ഞ സ്വഹാബിയാണ്. 10 കൊല്ലം നബിതങ്ങൾക്ക് ഖിദ്മത്തെടുത്ത മഹാനാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ പറയാണ്, ഖദംതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 സനവാത്തിൻ മാ ഖാല ലി ഷൈഇൻ ഫഅൽതു ലിമ ഫഅൽതാ. 10 കൊല്ലം ഞാൻ നബിതങ്ങൾക്ക് സേവനം ചെയ്തിട്ട് എന്തേ ഒരു കാര്യം ചെയ്തിട്ട് ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ടില്ല, ചെയ്യാനിട്ട് ചെയ്യാതിരുന്നതെന്ന് ചോദിച്ചിട്ടില്ല, ചെയ്തിട്ട് ചെയ്തതെന്ന് ചോദിച്ചിട്ടില്ല. അത്രയും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണെന്ന് നബിതങ്ങളെ കുറിച്ച് പറഞ്ഞ 10 കൊല്ലം കൂടെ സേവനം ചെയ്ത അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നബിതങ്ങളുടെ ചെറിയൊരു വടിയുണ്ട്, ഹബീബിന്റെ ഒരു മുടിയുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതൊന്നും എനിക്ക് വേണ്ടാന്ന്. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മരിച്ചാൽ ആ ഷഹർ മുബാറക്കിന്റെ നാവിന്റെ അടിയിൽ വെച്ചിട്ട് എന്നെ ഖബറടക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച ആ വടിയോ എന്റെ ജനാസയുടെ ചാരത്ത് വെക്കണം. എന്നിട്ട് അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, നാളെ ഞാൻ മഹ്ശറിൽ വരുമ്പോ ഞാൻ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഓടി വന്നിട്ട് പറയും, നബിയേ അന ഖുവൈദിമുക ഉനൈസ്, അന ഖുവൈദിമുക ഉനൈസ്, അന ഖുവൈദിമുക ഉനൈസ്. ഞാൻ തങ്ങളുടെ കൊച്ചു സേവകനായ കുഞ്ഞനസാണ് നബിയേ എന്ന് പറഞ്ഞിട്ട് ഞാൻ വരുമെന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അപ്പൊ ഈ ഷഹർ മുബാറക്ക് നാവിന്റെ അടി വെക്കണമെന്നുള്ള റിപ്പോർട്ട് ആരാ റിപ്പോർട്ട് ചെയ്തേ? ഇമാം ബുഖാരി. നോക്കൂ നിങ്ങൾ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാർത്ത അത് മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകൾ ഇന്ന് അതിനെ ആക്ഷേപിക്കുന്നു. എന്നിട്ട് മഹാന്മാരായ പണ്ഡിതന്മാരെ തെറി വിളിക്കുന്നു. റബീഉൽ അവ്വൽ മാസമാകുമ്പോ നബിതങ്ങളുടെ മഹത്വം പറയേണ്ട മാസത്തിൽ ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരുന്നത് വല്ലാത്തൊരു ദുരന്തമാണ്, വല്ലാത്തൊരു കഷ്ടമാണ്. ഇവിടെ പറഞ്ഞ വാക്കുകളൊന്നും നമുക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. അതൊക്കെ റബീഉൽ അവ്വൽ നബിതങ്ങളെ ആക്ഷേപിക്കുന്ന വാക്കുകൾ മുസ്ലിം എന്ന് പറയുന്നവരുടെ നാവുകൊണ്ട് തന്നെ കേൾപ്പിക്കേണ്ടി വരുന്നത് ഖിയാമത്ത് നാളിന്റെ അടയാളമല്ലേ? എന്റെ ഈമാനുള്ള ഉമ്മമാരെ, ഈമാനുള്ള പെങ്ങന്മാരെ, ഈമാനുള്ള ജ്യേഷ്ഠന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്ത് വെച്ചോ, എന്നിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്തനുസരിച്ച് ജീവിച്ചോ. റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്തൊക്കെ കൊന്നാലോ ദീൻ അങ്ങ് വെച്ചു. ചില ആളുകൾ വെള്ളിയാഴ്ചത്തെ ഖുത്ബ എന്തിനാ? തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യാൻ. തഖ്വ എന്തിനാ? ആഖിറം കിട്ടാൻ. അപ്പൊ ഈ ഖുത്ബയെ എങ്ങനെയെങ്കിലും ഒരു പൊളിക്കണമല്ലോ. ഖുത്ബ വേണ്ടാന്ന് പറഞ്ഞാൽ എല്ലാവരും ഇളകിപ്പോകും. അതുകൊണ്ട് ഖുത്ബയിലെ ഓരോരോ സുന്നത്ത് ഇങ്ങനെ കൊല്ലുക, ഭാഷ മാറ്റി, വേഷം മാറ്റി, സ്ഥലം മാറ്റി. ഇനി പെണ്ണുങ്ങളും കൂടെ ഖുത്ബ പോകുന്ന കാലം വരും. ആമിന വധൂത് അങ്ങനെ ആവശ്യപ്പെട്ടൊരു വേണ്ട. അപ്പൊ എന്തായി? ഖുത്ബ മരിച്ചുപോയി. ഖത്തീബ് എങ്ങനെ വരണം? നല്ല പ്രൗഢിയുള്ള ഇസ്ലാമിക വേഷത്തിൽ വന്ന് ഇത്തഖുല്ലാഹ് എന്ന് പ്രഖ്യാപിക്കണം. ഇതാണ് ഖുത്ബയുടെ പ്രൗഢിയും ബഹുമാനവും. അപ്പൊ ഇതിനെ കൊല്ലാൻ എന്ത് ചെയ്തു? അതാ അതിന്റെ ഭാഷ മാറ്റി, ഖുത്ബയല്ലേ, തിരിയേണ്ടതല്ലേ, മലയാളത്തിലാവണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ മാറ്റി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ആഴ്ചയിൽ 7 ദിവസമുണ്ട്, 24 മണിക്കൂർ ഇത് എല്ലാ ദിവസവും ഉണ്ട്. എന്നിട്ട് അള്ളാഹ് നിശ്ചയിച്ച് ഈ ഖുത്ബയുടെ സമയത്ത് തന്നെ തിരിയുന്ന ഉപദേശം വേണമെന്ന് പറഞ്ഞാൽ അതെത്ര ദുശ്ശാഠ്യം. ആ 5 മിനിറ്റ് തന്നെ ഞങ്ങൾക്ക് വഴുത് കേൾക്കണം. അതിന് മുമ്പോ അതിന് ശേഷമോ ഒക്കെ പറ്റിക്കൂടാ, ഞങ്ങൾക്ക് ആ സമയത്ത് തന്നെ കേൾക്കണം എന്ന് പറഞ്ഞിട്ട് മിമ്പറുകൾ രാഷ്ട്രീയം പ്രസംഗിക്കുന്ന വേദികളാക്കി കളഞ്ഞു. തിരുവനന്തപുരത്തൊക്കെ മലയാളത്തിൽ ഖുത്ബ നടക്കുന്ന പള്ളികളിൽ തനി രാഷ്ട്രീയ പറയും. ഒരു വെള്ളിയാഴ്ച പറഞ്ഞതായി ഞാൻ അറിഞ്ഞത് രാംദേവിനെ കുറിച്ച് ഇത്തഖുല്ലാഹ് എന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട സമയത്ത് അങ്ങനെയൊക്കെ രാഷ്ട്രീയ പ്രസംഗങ്ങളായി മാറി. ആരാണ് നഷ്ടപ്പെടുത്തിയത്? സാക്ഷാൽ ഇസ്ലാമിന്റെ വിരോധികളെന്ന് വിളിക്കേണ്ട